ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഇഫ്താറിന് വേണ്ടിയിട്ട് നമ്മളൊരു ചിക്കൻ ബോളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലില്ലാത്ത ചിക്കൻ്റെ കുറച്ച് പീസുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതിന് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുക. ഈ ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു 5-6 ബ്രെഡിൻ്റെ കഷ്ണം ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസുകളില്ലേ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച അത് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. നല്ല മൂത്ത് വരരുത്. ഇപ്പോൾ ചിക്കൻ്റെ പീസുകളൊക്കെ വെന്തിട്ടുണ്ട്. അത് കോരി മാറ്റി ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു സവാള പിന്നെ കനം കുറച്ചരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഇനി അതിലേക്ക് ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് പിന്നെ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഉപ്പിട്ടെടുത്ത് പറഞ്ഞു. ഇനി നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ചിക്കൻ്റെ പീസിൽ ഉപ്പിട്ടാണല്ലോ അത് പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ചിക്കൻ്റെ പീസുകളൊക്കെ ഒന്ന് ചെറുതാക്കി കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടെ ഈ സവാള വഴറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി അത് പാൻ തന്നെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുള്ള ഇതുണ്ടല്ലോ ബ്രെഡിൻ്റെ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് പരത്തി തന്നെ കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് തുറന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ പീസുകളൊക്കെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പത്തൊന്ന് കോരി മാറ്റിയതല്ലേ. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബ്രെഡിൻ്റെ ആ മിശ്രിതം ഉണ്ടല്ലോ ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കുക. സൈഡിൽ കൂടെ ഒക്കെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഈ ചിക്കൻ്റെ പീസുകൾ പുറത്ത് ചാടും. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. പാകം വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ മൂടി വെച്ചിട്ട് വേവിക്കുക. അങ്ങനെ നമ്മൾ ചിക്കൻ ബോള റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവർ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇത് കാണാൻ വലിയ മുഞ്ചൊന്നുമില്ലെങ്കിലും കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കുക.